താലി. രചന മിത്രവിന്ദ. തൻ്റെ കയ്യിലിരുന്ന ചിപ്സ് ഗംഗ അവളുടെ അടുത്തിരുന്ന കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു. ഇരുവരും അതൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയിരുന്നു. അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം ഗംഗ കട്ടപ്പനയിലെത്തി. വിഷ്ണു വന്ന് അവളുടെ തോളത്ത് തട്ടി. ഇറങ്ങി വാടോ, സ്ഥലമെത്തി. അവൻ പറഞ്ഞതും ഗംഗ എഴുന്നേറ്റു. സമയം അപ്പോൾ രാത്രി 8 മണിയൊക്കെയായി. ഇനിയിപ്പോൾ ഈ രാത്രിയിൽ മുരളിമാഷിൻ്റെ വീട്ടിലേക്ക് എങ്ങനെ പോകും? അവൾ ഓർത്തുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. തനിക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല. അതെന്താണ് തനിക്ക് വിശപ്പില്ലാത്തത്? ഇത്രയും നേരം വണ്ടിയിലിരുന്ന് വന്നിട്ടും വിശപ്പും ദാഹമൊക്കെ എവിടെ പോയി? വിഷ്ണു അവളുമായി ഒരു തട്ടുകടയുടെ അടുത്തേക്ക് നടന്നു. വിഷ്ണുവേട്ടാ, എനിക്കൊന്നും വേണ്ടായിരുന്നു. 2 പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് പോകാം, താൻ വാടൂ. അവൻ പറഞ്ഞതും ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൾ വിഷ്ണുവിൻ്റെ അരികിലായി നിന്നു. വിഷ്ണുവേ, നീ ഇതെവിടെ പോയതായിരുന്നു? ഏതാണ് ഈ കുട്ടി? പൊറോട്ട അടിക്കുന്ന രാഘവൻ ചേട്ടൻ അവനെ നോക്കി ചോദിച്ചു. ഞാൻ എറണാകുളം വരെ ഒന്ന് പോയതാ. ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. അയാൾ തലകുലുക്കി. ചൂട് പൊറോട്ടയും ഉള്ളിക്കറിയും ഒപ്പം ഒരു ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങി അവൻ ഗംഗയുടെ നേർക്ക് നീട്ടി. യോ വിഷ്ണുവേട്ടാ, ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല. അതൊന്നും സാരമില്ല, കഴിച്ചു നോക്ക്. നമ്മുടെ രാഘവേട്ടൻ്റെ പൊറോട്ട അതെത്ര തിന്നാലും മതിയാവില്ല, അല്ലേ രാഘവേട്ട? അവൻ പറയുന്ന കേട്ടതും അയാളൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. തനിക്കൊന്നും വേണ്ടെന്നും വിശപ്പില്ലെന്നും പറഞ്ഞ ഗംഗ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് വിഷ്ണുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. പാവം, അവൻ മനസ്സിലോർത്തു. ഒരെണ്ണം കൂടി പറയട്ടെ? അവൻ ചോദിച്ചതും ഗംഗ വേണ്ടെന്ന് മുഖം ചലിപ്പിച്ചു. ആ സമയത്ത് റോഡിലൂടെ ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. വിഷ്ണു ഒന്ന് നോക്കി. കൂട്ടുകാരനായ അരുണിനെ പോലെ ഒരാൾ അതിലിരിക്കുന്നതായി അവന് തോന്നി. പെട്ടെന്ന് തന്നെ വിഷ്ണു തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. അരുണിൻ്റെ നമ്പർ ഡയൽ ചെയ്തിട്ട് ഫോൺ കാതിൽ വെച്ചു. ഹലോ അരുൺ. ആ വിഷ്ണു. എടാ, നീ എവിടാ? വിഷ്ണു ചോദിക്കുന്നതിനൊപ്പം ആംബുലൻസിൻ്റെ അലാം ശബ്ദവും അവൻ കാതിൽ കേട്ടു. ഡാ, അത് പിന്നെ ഞാൻ കോട്ടയം വരെ പോവാ, മെഡിക്കൽ കോളേജിലേക്ക്. എന്താടാ, എന്തു പറ്റി? നമ്മുടെ മുരളിമാഷ്, ആൾക്കൊരു നെഞ്ചുവേദന. ഞങ്ങളിവിടെ സെൻറ്റ് ജോൺസിൽ കയറ്റിയിരുന്നു. സീരിയസ് ആണെന്നാണ് അവർ പറഞ്ഞത്. അരുൺ പറയുന്ന കേട്ടതും വിഷ്ണു മുഖം തിരിച്ച് ഗംഗയെ നോക്കി. കൈയൊക്കെ കഴുകിയ ശേഷം തൻ്റെ ഷോളിൻ്റെ തുമ്പത്ത് തുടച്ചുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഗംഗ അടുത്തേക്ക് വന്നതും വിഷ്ണു സങ്കടത്തോടെ ആ പെൺകുട്ടിയെ ഒന്ന് നോക്കി. ഒപ്പം മുരളിമാഷ്ക്കൊന്നും വരുത്തരുത് എന്നൊരു പ്രാർത്ഥനയും. പോകാം, അവൻ ചോദിച്ചതും അവൾ തലകുലുക്കി. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ വീട്ടിലേക്ക്? 10-20 മിനിറ്റ് എടുക്കും. നമുക്കൊരു ഓട്ടോയ്ക്ക് പോകാം. പറഞ്ഞുകൊണ്ട് വിഷ്ണു ഓട്ടോ സ്റ്റാൻഡിലേക്ക് അവളുമായി നടന്നു. ഓട്ടോയിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നെയാണ് അവൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തത്. ഒരല്പം ഭയത്തോടെ, നെഞ്ചിരിപ്പോടെയായിരുന്നു അവൻ ഫോണെടുത്ത് നോക്കിയത്. അരുണിൻ്റെ പേര് തെളിഞ്ഞു വന്നതും ദൈവമേ, അരുതാത്തതൊന്നും കേൾക്കുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ ആൻസർ ബട്ടണിൽ പ്രസ് ചെയ്തത്. ഹലോ അരുണേ. ആ വിഷ്ണു. എടാ, മാഷ് പോയടാ. ഏ? അതെ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. സതി ടീച്ചറാണെങ്കിൽ ആകെ ബഹളമാണ്. ശോ, നിങ്ങളിനി കോട്ടയത്തേക്ക് പോകാനാണോ? ഇങ്ങനൊരു മരണമായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പറ്റില്ലായിരിക്കും. ആ വിഷ്ണു, നീ ഒരു കാര്യം ചെയ്യാമോ? നീ മാഷിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാമോ? അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങ്. ഞാൻ കണ്ണനോടും വൈശാഖിനോടും ഒക്കെ വിളിച്ച് ഒന്ന് വിവരം പറയട്ടെ. ആ. വിഷ്ണു ഫോൺ കട്ട് ചെയ്തു. എന്താ വിഷ്ണുവേട്ടാ, എന്തു പറ്റി? മുഖമൊക്കെ വല്ലാണ്ടായല്ലോ. വിഷ്ണുവിൻ്റെ ഭാവമാറ്റം കണ്ട് ഗംഗ അവനെ നോക്കി. എടോ, ഒരു പ്രശ്നമുണ്ടായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. എന്താ? അത് കേട്ടതും ഗംഗയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. അത് പിന്നെ മുരളി മാഷ് പോയടോ. വിഷ്ണു പറഞ്ഞതും ഗംഗ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെയുള്ള അവളുടെ ആ നിസ്സഹായാവസ്ഥ അത് കണ്ടതും വിഷ്ണുവിന് ഏറെ സങ്കടമായി. നമുക്ക് മാഷിൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെ മറ്റാരുമില്ല.
അവൾ തലകുലുക്കി. വിഷ്ണുവിനോടൊപ്പം ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ അവൾക്ക് പലപ്പോഴും കരച്ചിൽ വരുന്നുണ്ട്. എന്നാലും തനിക്കിങ്ങനെയൊരു വിധിയാണല്ലോ ഈശ്വരൻ ഒരുക്കിയത്. എന്തെങ്കിലും തെറ്റ് ചെയ്തോളായിരുന്നെങ്കിൽ വേണ്ടില്ല. ഒരിക്കൽ പോലും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു വേദന പോലും നൽകാത്ത തനിക്ക് എന്തിനാണ് ഇങ്ങനൊരു പരീക്ഷണം? ഏതെങ്കിലും മാർഗത്തിലൂടെ തൻ്റെ ജീവിതം നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലേ എന്ന് ഗംഗ ദൈവത്തോട് ചോദിക്കുകയാണ്. ഗംഗ വിഷ്ണുവുകളുടെ ഇടത് കൈയിൽ ഒന്ന് തോണ്ടിയതും അവൾ ഞെട്ടി മുഖമുയർത്തി. ഇതാണ് വീട്. അവൻ പറഞ്ഞപ്പോഴാണ് ഓട്ടോറിക്ഷ നിർത്തിയിരിക്കുന്ന വിവരം പോലും അവൾ അറിഞ്ഞത്. കുറച്ച് ആളുകളൊക്കെ അവിടെ ഇവിടെയായി ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. മുൻവശത്തെ ലൈറ്റ് മാത്രമേ തെളിഞ്ഞു കിടപ്പുള്ളൂ. റോഡിനോട് ചേർന്ന് ഒരു വഴിവിളക്കുണ്ട്. അതിൻ്റെ പ്രകാശവും അവിടെ ആകെ പടർന്നിരിക്കുന്നു. ഓട്ടോക്കാരൻ ചേട്ടന് കാശ് കൊടുത്ത ശേഷം വിഷ്ണു ഗംഗയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആരാ അത്? നമ്മുടെ വിഷ്ണുവാണ്, ശാരദേച്ചിയുടെ. ആരൊക്കെ തമ്മിൽ പറയുന്നത് കേൾക്കുന്നുണ്ട്. മോനെ, നമ്മുടെ മാഷ്. ഒരാൾ വന്നിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞു. എന്ത് ചെയ്യാനാ ജോസപ്പേട്ട? പാവം മാഷ്. ഒക്കെ വിധി, അല്ലാണ്ട് എന്ത് പറയാനാ? വിഷ്ണു അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വീടിൻ്റെ താക്കോലെടുത്തിട്ട് മെയിൻ ഡോർ തുറന്നതും അകത്തേക്ക് കയറി എല്ലാ ലൈറ്റുകളും ഓൺ ചെയ്തതും ഒക്കെ വിഷ്ണുവായിരുന്നു. ഒപ്പം തന്നെ ഫോണെടുത്ത് പന്തലിടുന്ന ആളുകളൊക്കെ വിളിക്കുന്നുണ്ടവൻ. ഇതാരാണ് മോനെ? വിഷ്ണുവിനെ നോക്കി ഒരുവൻ ചോദിച്ചത് ഗംഗ കണ്ടു. മുരളി മാഷിന് വേണ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. മാഷിനെ കാണാൻ വേണ്ടി വന്നതാ. ഓ, മാഷിൻ്റെ ആരോ ആണെന്ന് അറിഞ്ഞതും അയാൾ ഗംഗയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ തിരിച്ചും. ഇനിയിപ്പോൾ ബോഡി നാളെ കൊണ്ടിരിക്കുമോ? പാവം മാഷ്, എന്തൊരു കഷ്ടമായിപ്പോയി. ആളുകൾ ഓരോരുത്തരായി അവിടെ ആകെ നിറഞ്ഞു. അതിൽ നിന്നും ഗംഗയ്ക്ക് വ്യക്തമായിരുന്നു മാഷിന് ഈ നാട്ടിലുള്ള പ്രാധാന്യം അത് എത്രത്തോളം ആണെന്നുള്ളത്. വസുവിനെ അറിയിച്ചോ ആവോ? വിഷ്ണു, വസുവിൻ്റെ നമ്പർ അറിയോ നിനക്ക്? ഇല്ല, സതിയേച്ചി വന്നല്ലേ ചോദിക്കാൻ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. ഇനി ആ ചെക്കൻ വരാണ്ട് എങ്ങനെ? ആകെ കൂടി ഒരെണ്ണം ഉള്ളത്. കൊള്ളി വെക്കാനെങ്കിലും ഒന്ന് എത്തിയാൽ മതിയായിരുന്നു. വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് ഒരാൾ പറഞ്ഞു. മുരളിമാഷിൻ്റെ വിയോഗം അതാ നാടിനെ സംബന്ധിച്ച് ഒരു വല്ലാത്ത സങ്കടമായിരുന്നു. എല്ലാ ആളുകളിലും ഒരുതരം നിർവികാരത മാത്രം. വെളുപ്പാങ്കാലമായി സതിയേച്ചയും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ഗംഗയെ കണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഈ കുട്ടി ആരാണെന്നൊക്കെ. മുരളിമാഷിൻ്റെയോ സതിയേച്ചിയുടെയോ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്ന് പരസ്പരം പലരും പറയുന്നുമുണ്ട്. ഗംഗ ഒരു ഹോളിലെ മൂലയ്ക്ക് കിടന്ന കസേരയിലിരുന്നു. സങ്കടം വന്നിട്ട് അവൾക്ക് നെഞ്ചൊക്കെ വിങ്ങിപ്പൊട്ടി. എന്തൊരു വിധിയാണെന്നോർത്തു. മിഴികൾ പോലും നിറഞ്ഞു തൂവുന്നു. കുട്ടി എവിടുത്തെയാണ്? ഒടുവിലൊരു സ്ത്രീ വന്ന് ചോദിച്ചു. ഞാൻ മാഷിനെ കാണാൻ വന്നതാ. പക്ഷേ ഇവിടെ വന്നപ്പോൾ പറയുകയും ഗംഗയ്ക്ക് വാക്കുകൾ ഇടറി. ചോദിച്ച സ്ത്രീക്കും സങ്കടമായി. 2-3 സ്ത്രീകൾ ചേർന്ന് അവരെ പറഞ്ഞയച്ചതാണ് ഗംഗയുടെ വിവരം അറിയാൻ. സതി വന്ന ശേഷം അവരാളുകളെ കണ്ടപ്പോൾ വല്ലാത്ത നിലവിളിയായിരുന്നു. അടുത്ത അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് കുറേ സമയമെടുത്തു സതിയെ ആശ്വസിപ്പിച്ച് സാധാരണ നിലയിലാക്കുവാൻ. ഗംഗയും സതിയുടെ അരികിലായി വന്ന് നിൽപ്പുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഫോണിലൂടെ പലതവണ ഗംഗ സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് ആദ്യമാണ്. വിഷ്ണുവിനെ അവിടെയൊക്കെ തിരിഞ്ഞെങ്കിലും ഗംഗയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്ങോട്ട് പോകുമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരെത്തും പിടിയും അവൾക്ക് കിട്ടിയില്ല. സമയം വെളുപ്പിന് 4 മണി. ഗംഗ തൻ്റെ ബാഗും തോളത്തിട്ട് അവിടുന്ന് ഇറങ്ങി. അപ്പോഴും അവിടെ ഇവിടെയായി ആളുകളൊക്കെ നിൽപ്പുണ്ട്. ആരെയും നോക്കാതെ മുഖം കുനിച്ച് അവൾ മുന്നോട്ട് നടന്നു. നാടോ വഴിയോ ഒന്നും അവൾക്ക് നിശ്ചയമില്ല. എങ്കിലും മുന്നോട്ടെന്നൊരു വാക്ക് അവളുടെ അന്തരാത്മാവിൽ അലയടിച്ചുകൊണ്ടിരുന്നു. വഴിവിളക്കിൻ്റെ നേരിയ പ്രകാശത്തിൽ ഗംഗ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോവാണ്. ഇടയ്ക്ക് 2 വണ്ടികൾ അവളെ പാസ് ചെയ്തു പോയി. ഷോളുകൊണ്ട് തല മുഴുവനായും മൂടിയ ശേഷം കഴുത്തിലൂടെ വെച്ചിട്ട് ബാഗും തോളത്തിട്ട് അവൾ നടന്നു. ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് പോലും അവൾക്കറിയില്ല. ഒരു ബസ് പോലും ഇത്ര നേരമായിട്ട് വന്നതുമില്ല. കാലുകൾ കുഴയുന്നത് പോലെ തോന്നിയതും അവൾ ഇടയ്ക്കൊക്കെ നിന്നു. ഏതോ ഒരു വണ്ടിയുടെ പ്രകാശം കണ്ട് അവൾ തിരിഞ്ഞു നോക്കി. അതൊരു കാറായിരുന്നു. അവളെ പാസ് ചെയ്ത കാർ മുന്നോട്ട് പോയി.
ഗംഗ നോക്കിയപ്പോൾ അതിൻ്റെ വേഗത അല്പം കുറയുന്നതും ആ വണ്ടി അവിടെ നിൽക്കുന്നതും അവൾ കണ്ടു. ഒപ്പം തന്നെ ആ വണ്ടി റിവേഴ്സ് എടുത്ത് അവളുടെ അരികിലേക്ക് വന്നു. ഭയം തോന്നി. എന്നാലും ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളുടെ ആഴമേറിയ ആഘാതത്തിൽ അവൾക്ക് ആ വാഹനമോ അതിലെ ആളുകളോ തന്നെ ഉപദ്രവിക്കൂ എന്നൊന്നും ചിന്തിക്കാൻ സാധിച്ചില്ല. എവിടേക്കാ? ഈ നേരത്ത് ബസ്സൊന്നും ഇല്ലാട്ടോ. അവളുടെ അരികിലായി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരുവൻ പറഞ്ഞു. 4-5 ചെറുപ്പക്കാർ ആ വാഹനത്തിലുണ്ടായിരുന്നു. ഗംഗ അവരോട് മറുപടിയൊന്നും പറയാതെ അങ്ങനെ തന്നെ നിന്നു. അതെ, ടൗണിലേക്കാണെങ്കിൽ കയറിക്കോളൂ. പിന്നിലിരുന്നവനാണ് ഇക്കുറി ശബ്ദം ഉയർത്തിയത്. ഗംഗ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. എടാ, എന്തോ വള്ളിക്കേസാണെന്ന് തോന്നുന്നു, ഈ വണ്ടി എടുക്ക്. മൂന്നാമൻ്റെ ശബ്ദം. ഹാ, നോക്കട്ടെടാ, എന്നിട്ടല്ലേ ബാക്കി. ഡ്രൈവിംഗ് സീറ്റിലിരുന്നവനും കൂടെ മറ്റൊരുവനും കൂടി ആ കാറിൽ നിന്നിറങ്ങിയതും ഗംഗ ഒന്നും നോക്കിയില്ല, മുന്നോട്ടോടി. പിടിക്കവളെ, എടാ വിട്ടുകളയില്ല, പിടിക്ക്. അവന്മാർ പാഞ്ഞു വരുന്നുണ്ട്. ഗംഗ ഒന്നും നോക്കാതെ ഓടുവാണ്. പെട്ടെന്നായിരുന്നു കാല് തെറ്റി അവൾ നിലത്തേക്ക് പതിഞ്ഞത്. അപ്പോഴേക്കും അവന്മാർ അവളുടെ അരികിലെത്തിയിരുന്നു. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യല്ലേ. ആ പെൺകുട്ടി അവരുടെ നേർക്ക് കൈകൂപ്പി. അപ്പം സംസാരിക്കാൻ കഴിവുണ്ടല്ലേ? അതിലൊരുവൻ ഗംഗയെ നോക്കി തൻ്റെ താടി ഒഴിഞ്ഞു. എനിക്കാരുമില്ല, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. ഇല്ലടാ, ഒന്നും ചെയ്യില്ല. മോളൊന്ന് സഹകരിച്ചാൽ മതി കേട്ടോ. ചേട്ടന്മാർ പാവമാണ് കൊച്ചേ. ഗംഗയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരുവൻ നോക്കിയതും അവൾ ആ കൈ തട്ടി മാറ്റി. കൊള്ളാലോ, ഉശിരൊക്കെ ഉണ്ട്. ഉറക്ക നിലവിളിക്കുകയാണ് ഗംഗ. അത് കേൾക്കാൻ വിജനമായ ആ വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതം ഇവിടെ തീരുകയാണെന്ന് ഗംഗയ്ക്ക് മനസ്സിലായി. ആ ദുഷ്ടന്മാർ ചേർന്ന് അവളെ പൊക്കിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. ഈശ്വര, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ. അവളുടെ ഹൃദയം ഉറക്കെ വിലപിക്കുകയാണ്. പെട്ടെന്നായിരുന്നു അകലെ നിന്നും ഒരു ലോറി വരുന്നത് എല്ലാവരും കണ്ടത്. വേഗം, ആരോ വരുന്നുണ്ട്. അപ്പോഴേക്കും അവന്മാരെല്ലാവരും ചേർന്ന് ആ പെൺകുട്ടിയെ പിടിച്ച് കാറിൻ്റെ അകത്തേക്ക് ഇട്ടു. അതിനുശേഷം അതിവേഗത്തിൽ ആ കാറ് മുൻപോട്ട് പോയി. ഇത്തിരി ദൂരം പോകാനേ അവർക്ക് സാധിച്ചുള്ളൂ. പെട്ടെന്ന് ആ കാർ ബ്രേക്ക് ഡൗൺ ആയി. തൊട്ടു പിന്നിലായി ആ ലോറിയും വന്ന് നിന്നു. ചെറുപ്പക്കാരിൽ ആരോ ഒരാൾ കാറിലിരുന്നു കൊണ്ട് പിന്നിലേക്ക് നോക്കിയപ്പോൾ തലയിൽ കെട്ടൊക്കെ കെട്ടി ഒരുവൻ ലോറിയിൽ അവൻ കണ്ടു. ലോറിയൊന്ന് ആയത്തിൽ ഫോണടിച്ചുകൊണ്ട് ഇരു ലൈറ്റുകളും ഓൺ ചെയ്തു. ആ പ്രദേശമാകെ പ്രകാശം കൊണ്ട് നിറഞ്ഞു. ഗംഗയെ സീറ്റിൽ നിന്നും താഴേക്ക് ഇരുത്തിക്കൊണ്ട് അമർത്തി പിടിച്ചിരിക്കുകയാണ് അവർ. പെട്ടെന്നവൾ അതിലൊരുവൻ്റെ കയ്യിൽ കയറി കടിച്ചു. അവൻ ഉറക്കെ കരഞ്ഞതും ആ ലോറിയിലെ കിളി കാറിന് എന്തു പറ്റിയെന്നറിയാനായി ഇറങ്ങി വന്നതും ഒരുപോലെയായിരുന്നു. 10-20 വയസ്സുള്ള ഒരു പയ്യനായിരുന്നത്. മൂന്നാർ പോയിട്ട് വരുന്ന വഴിയാണെന്നും വണ്ടി ഓഫായി പോയതാണെന്നും മുൻ സീറ്റിലിരുന്ന ഒരുവൻ ആ പയ്യനോട് പറഞ്ഞു. പെട്ടെന്നാണ് ഒരു പെൺകുട്ടിയുടെ അലറിക്കരച്ചിൽ അവർ കേട്ടത്. അണ്ണാ, ഓടി വായോന്ന് അവൻ അലറിയതും ലോറിപ്പൊക്കത്തു നിന്നും ഒരുവൻ ചാടിയിറങ്ങി. 6 അടി പൊക്കവും അതിനൊത്ത വണ്ണവും ഒക്കെയായിട്ട് ഒരു കറുത്ത ഒരാൾ ഇറങ്ങി വന്ന ശേഷം അവൻ തൻ്റെ തലയിലെ തോർത്തഴിച്ച് ഒന്നരയിൽ കെട്ടി. കൈകൾ രണ്ടും വലിച്ചു കുടഞ്ഞുകൊണ്ട് അവൻ നടന്നു വന്നതും കാറിലിരിക്കുന്നവർ ജാഗരൂകരായി. എടാ, രുചിച്ചു നോക്കാതെ ഇവളെ കൊടുക്കുന്ന പ്രശ്നമില്ല, നമ്മൾ നേരിടുക തന്നെ ചെയ്യണം. ഇത്രയും നല്ലൊരു സ്വയംഭൻ സാധനത്തിനെ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. പവി പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന ചങ്ങാതിമാരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തലകുലുക്കി. അണ്ണാ, ഈ കാറിലൊരു പെൺകുട്ടി ഇരിപ്പുണ്ട്, രക്ഷിക്കണേ നമ്മൾ ഉറക്കെ കരയുന്നത് ഞാൻ കേട്ടു. ആരാടാത്? ഇങ്ങോട്ട് ഇറങ്ങിക്കേ, നോക്കട്ടെ. മര്യാദയുടെ ഭാഷയിലാണ് ആ ഡ്രൈവർ ആദ്യം സംസാരിച്ചത്. താനാരോടോ ഇതൊക്കെ ചോദിക്കാൻ? ഞങ്ങളുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, അത് റെഡിയാക്കി ഞങ്ങൾ ഇപ്പം തന്നെ പോകും. അതിന് നിങ്ങളോട് ആരാ പോകണ്ടെന്ന് പറഞ്ഞത്? ഏത് പെൺകുട്ടിയാണ് ഈ വണ്ടിയിലിരുന്ന് കരഞ്ഞതെന്ന് എനിക്കൊന്നറിയണം. തൻ്റെ കൈകൾ രണ്ടും ഒന്നായത്തിൽ കുടഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു. ഗംഗയുടെ വായ മൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ. പെട്ടെന്ന് അവൾ ഞരങ്ങുന്നത് പോലെ ആ ലോറിക്കാരൻ കേട്ടു. ഒന്നും നോക്കിയില്ല, ഡോർ വലിച്ചു തുറന്നുകൊണ്ട് ഒരുത്തിനെ പിടിച്ച് വെളിയിലേക്ക് എറിയുകയായിരുന്നു. അപ്പോഴേക്കും കണ്ടു ഒരു പെൺകുട്ടി കണ്ണ് പുറത്തേക്ക് തുറിച്ച്
തള്ളി നോക്കിയിരിക്കുന്നത്. കാറിലുണ്ടായിരുന്ന 2 പേര് ഇറങ്ങി വന്നിട്ട് അയാളെ അടിക്കാൻ ശ്രമിച്ചു. അവരുടെ കൈ വേദനിച്ചതല്ലാതെ അയാൾക്കൊന്നും സംഭവിച്ചില്ല. തിരിഞ്ഞു നിന്ന് അയാൾ കൊടുത്തതും അവർ നിലത്തേക്ക് പതിക്കുകയായിരുന്നു. 16ാമത്തെ വയസ്സ് മുതൽ വളയം പിടിച്ച കൈയായത്. ഈ തഴമ്പ് കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയാണ് പറഞ്ഞുകൊണ്ടവൻ നിമിഷ നേരം കൊണ്ട് അവന്മാരെ നിലംപരിശാക്കി. ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് അവൻ കണ്ടു. എന്താ, എന്തുപറ്റി? അവൻ ആ പെൺകുട്ടിയോട് ചോദിച്ചതും അവൾ ഇരു കൈകളും കൂപ്പി അയാളെ നോക്കി തൊഴുതു. എന്താ പറ്റിയേ? ഈ കൊച്ചു വെളുപ്പം കാലത്തെ നീ എങ്ങനെ ഇവന്മാരുടെ കൂടെ കൂടിയത്? ചോദിച്ചപ്പോൾ അയാളുടെ നെറ്റിയിൽ സമാന്തരമായ രേഖകൾ വീണു. എന്നെ രക്ഷിക്കണം പ്ലീസ്. അവൾ അത് മാത്രമേ പറഞ്ഞുള്ളൂ. നിനക്ക് എവിടേക്കാ പോവേണ്ടത്? അവൻ ചോദിച്ചതും അവളുടെ മിഴികൾ താന്നു. ഇതിലേതവൻ്റെയെങ്കിലും കാമുകയായിരുന്നോ നീ? ചാടിപ്പോന്നപ്പോൾ അബദ്ധം പറ്റിയതാണോ? അയാൾ വീണ്ടും ചോദിച്ചു. അല്ലെന്നു മെല്ലെ തല കുലുക്കിക്കൊണ്ട് അവൾ അപ്പോഴും ആ കാറിൽ കുനിഞ്ഞിരുന്നു. അണ്ണ, നമ്മുടെ തുമ്പിയുടെ പ്രായമുള്ളൂ. പ്ലീസ് അണ്ണ, ഈ കുട്ടിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. നമുക്ക് രക്ഷിക്കാം. അയാളുടെ അരികിൽ നിന്ന് ആ പയ്യൻ പറഞ്ഞതും മറുപടിയായി അയാൾ അവനെ കനപ്പിച്ചൊന്ന് നോക്കി. നേരം പതിയെ വെളുത്തു വരുന്നുണ്ട്. അണ്ണ, നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ആരെങ്കിലും ഈ വഴി വന്നാൽ ഇവന്മാരുടെ കേസിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. പെട്ടെന്ന് അയാളൊന്ന് തലകുലുക്കി. നിന്നെ ടൗണിലിറക്കാം, വണ്ടി കയറിക്കോ. അയാൾ പറഞ്ഞതും ഗംഗ വീണ്ടും അയാളുടെ മുഖത്തേക്ക് നോക്കി. ഡാ, വരുന്നുണ്ടെങ്കിൽ വരാൻ പറ, എനിക്ക് പോണം. പറഞ്ഞുകൊണ്ട് അയാൾ ലോറിയുടെ അടുത്തേക്ക് നടന്നു. അക്ക, തൽക്കാലം ഞങ്ങളുടെ കൂടെ വരൂ. അക്ക വിഷമിക്കൊന്നും വേണ്ട, എന്തെങ്കിലും വഴി കാണാം. അക്കയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കുകയും ചെയ്യാം. ആ പയ്യൻ പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. അക്ക വിഷമിക്കൊന്നും വേണ്ട, വരൂ. അവൻ വീണ്ടും പറഞ്ഞു. ഡാ, ഒരുപാട് അടുക്കണ്ട. എങ്ങനെയുള്ളതാണെന്ന് പോലും അറിയില്ല. വള്ളിക്കെട്ടാണെങ്കിൽ എടുത്ത് കഴുത്തിലിട്ടാൽ നീ പോയി തൂങ്ങേണ്ടി വരും. ലോറിയിലേക്ക് കയറും മുന്നേ അയാൾ പറഞ്ഞു. അക്ക അതൊന്നും കാര്യാക്കണ്ട. അണ്ണൻ ഇത്തിരി ദേഷ്യമുള്ള ആളാ. വരൂ, നമുക്ക് പോകാം. അവൻ അവളെയും കൂട്ടി ലോറിയുടെ അടുത്തേക്ക് വന്നു. അയാളപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഗംഗയ്ക്ക് ആ വലിയ ലോറിയിൽ കയറുവാൻ ഇത്തിരി പ്രയാസം തോന്നി. പയ്യനാണെങ്കിൽ അവൾക്ക് ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഒരു പ്രകാരത്തിൽ ഗംഗ അതിലേക്ക് അള്ളിപ്പിടിച്ച് കയറി. തൻ്റെ വലങ്കൈ കൊണ്ട് അവളൊരു പിടുത്തത്തിനു വേണ്ടി അവിടെയൊക്കെ പരതിയപ്പോൾ പെട്ടെന്നായിരുന്നു അവളുടെ കൈവെള്ളയിൽ ഒരു തണുപ്പ് പടർന്നത്. നോക്കിയപ്പോൾ ആ ഡ്രൈവറാണ്. അയാൾ അവളെ വലിച്ചു വണ്ടിക്കകത്തേക്കിട്ടു. പെട്ടെന്ന് അവളുടെ നെറ്റി ലോറിയുടെ അകത്ത് ഇടിക്കുകയും ചെയ്തു. അവളൊന്ന് ഉറക്കെ കരഞ്ഞു. എന്തെങ്കിലും പറ്റുമോ ചേച്ചി? അവളുടെ പിന്നാലെ കയറി വന്ന പയ്യൻ ചോദിച്ചതും ഇല്ലെന്നവൾ ചുമൽ ചലിപ്പിച്ചു. സെൽവ, ആ പോകാണ. അവൻ പറഞ്ഞതും ആ ലോറി മുൻപോട്ട് ചലിച്ചു. ലോറി അല്പം മുൻപോട്ട് പോയതും ഗംഗ തൻ്റെ ബാഗ് ആ വഴിയിൽ വീണ് കിടക്കുവാണല്ലോ എന്നോർത്തു. എൻ്റെ ബാഗ്. പെട്ടെന്ന് അവൾ പറഞ്ഞതും സെൽവ എന്താണെന്ന് ചോദിച്ചു. എൻ്റെ ബാഗ് വഴിയിൽ കിടക്കുവാണ്. വാ തുറന്ന് പറഞ്ഞൂടെ? അതോ നിനക്ക് ഇത്രയും തൊള്ളയുള്ളോ? വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നവൻ അലറിയതും ഗംഗ പേടിച്ചുപോയി. സോറി, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. മറന്നെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും, അത്ര തന്നെ. അവൻ പിന്നെയും വണ്ടി ഓടിച്ചു പോയി. അതിലാണ് എൻ്റെ സർട്ടിഫിക്കറ്റും ഡ്രസ്സും. പ്ലീസ് ഒന്ന് എടുത്തു തരാമോ? അവൾ സെൽവത്തെ നോക്കി കൈകൂപ്പി. അണ്ണ വണ്ടി തിരിക്ക്, അക്ക കരയുന്നു, പാവം. നീ മിണ്ടാതെ വാ പൂട്ടിയിരുന്നോണം, ഇല്ലെങ്കിൽ രണ്ടിനെയും കൂടി ഞാൻ ഇറക്കി വിടും. അവൻ കണ്ണുരുട്ടി. എൻ്റെ ബാഗ് എനിക്ക് വേണം, ഇല്ലെങ്കിൽ എന്നെ ഇറക്കി വിട്ടോ. ഗംഗ പറഞ്ഞു തീർന്നതും അയാൾ വണ്ടി നിർത്തി. ഇറങ്ങിക്കോ. അവൾ പതിയെ മുഖം തിരിച്ച് അയാളെ നോക്കി. അക്ക കരയണ്ട, ഞാനും കൂടി വരാം. അണ്ണ, നീ ഇറങ്ങേണ്ട, അവളെ ഇറക്കി വിട്ടാൽ മതി. വേണ്ട, ഞാനും പോവാം. എൻ്റെ വീട്ടിലും ഇതുപോലെ 2 അക്കയുണ്ട്. അവരെയാണ് ഇതുപോലെ കുറേ വൃത്തികെട്ടവന്മാർ ഉപദ്രവിക്കുന്നത് ഞാൻ കാണുന്നെങ്കിലോ. എങ്കിൽ പിന്നെ നീയും ഇറങ്ങിക്കോ, അതാ നല്ലത്. അണ്ണൻ ഇങ്ങനെ കണ്ണിച്ചോരില്ലാതെ സംസാരിക്കരുത്, കഷ്ടമുണ്ട് കേട്ടോ. ഒരു കഷ്ടവും ഇല്ല, നീ ചെല്ല്, അതാ നല്ലത്. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു.
അണ്ണ വണ്ടി തിരിക്ക് പ്ലീസ്. സെൽവം പിന്നെയും കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒടുവിൽ അയാൾ വണ്ടി തിരിച്ചു. നാശം പിടിക്കാൻ ഓരോരോ വയ്യാവേലി. എവിടുന്ന് കുറ്റിയും പറിച്ചു വന്നതാ ഇവള്? അവൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വണ്ടി വന്ന വഴിയെ തന്നെ പായിച്ചു വിട്ടു. ഗംഗയുടെ ബാഗ് വഴിയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അവൾക്ക് ലോറിയിൽ നിന്ന് ഇറങ്ങാൻ പാടായതുകൊണ്ട് സെൽവം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇറക്കിയത്. ഓടിച്ചെന്ന് ബാഗ് എടുത്തുകൊണ്ട് അവൾ ലോറിയുടെ അരികിലേക്ക് പാഞ്ഞു വന്നു. ഇനി എന്നതെങ്കിലും ഉണ്ടോടി? അതോ കുറച്ചു കഴിഞ്ഞു വീണ്ടും വണ്ടി തിരിക്കാൻ പറയോ നീ? അവൻ ചോദിച്ചു. ഇല്ല, ഇനിയൊന്നുമില്ല, അവൾ മന്ത്രിച്ചു. ഈ സമയത്ത് വിഷ്ണുവാണെങ്കിൽ ഗംഗയെ അവിടെയൊക്കെ തിരക്കി നടക്കുകയാണ്. അവന് വിഷമം തോന്നി. ശോ, പാവം എവിടെ പോയോ ആവോ? ആരോടും ചോദിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. തന്നെ വിശ്വസിച്ച് കൂടെ പോന്നിട്ടൊടുവിൽ അവൻ ആലോചനയോടെ മുറ്റത്തൂടെ നടന്നു. ബൈക്കിൽ കുറേ നേരം പോയി നോക്കി. പക്ഷെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടൗണിലേക്കുള്ള ബസ് വരുന്ന സമയമായതിനാൽ ബസ്സിൽ കയറി മടങ്ങിയിട്ടുണ്ടാവുമെന്ന് അവൻ തീർച്ചപ്പെടുത്തി. സെൽവം, നീ ഇറങ്ങുന്നില്ലേടാ? ഒരു വീടിൻ്റെ മുൻപിലായി വണ്ടി ചവിട്ടിയിട്ട് അയാൾ പറഞ്ഞു. ഇറങ്ങുവാ. അണ്ണൻ ടൗണിലേക്കല്ലേ? ആ, അല്ലാണ്ട് പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും ആണോടാ? അതല്ല, ഈ അക്കയൊറ്റയ്ക്ക്. എങ്കിൽ നീയും വണ്ടിയിലിരുന്നു. പെട്ടെന്ന് സെൽവം ഗംഗയുടെ നേർക്ക് തിരിഞ്ഞു. അക്ക, എൻ്റെ ചേച്ചിയുടെ കല്യാണം അടുത്ത ഞായറാഴ്ച. അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെയാണ്. അതുകൊണ്ട് എനിക്കിവിടെ ഇറങ്ങണം. പൊയ്ക്കോളൂ, ഞാൻ ടൗണിൽ ഇറങ്ങിക്കോളാം. അവൾ നന്ദിയോടെ അവനെ നോക്കി. വളരെ നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് വണ്ടിയിൽ നിന്നും അവൻ ഇറങ്ങി. ഗംഗയ്ക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടി തോന്നി. എന്നാലും ഇയാളൊരു വൃത്തികെട്ടവനല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അനങ്ങാതെ അവൾ മുന്നോട്ട് നോക്കിയിരുന്നു. വണ്ടി ഇത്തിരി ദൂരം മുന്നോട്ട് ചെന്നതും രണ്ട് ഫോറസ്റ്റുകാർ കൈ കാണിച്ചു. അടുത്ത വള്ളി. പെറുപെറുത്തുകൊണ്ട് അവൻ ലോറി ഒതുക്കി. മുന്നോട്ട് പോകണ്ട, കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ട്, വണ്ടി തിരിച്ചോ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതും അയാൾ തലയിൽ കൈവച്ചു. ഒരു വഴിയുമില്ലേ സാറേ? ഇല്ല അനന്ത, യാതൊരു വഴിയുമില്ല. നീ പെട്ടെന്ന് വണ്ടി തിരിച്ചു പോകാൻ നോക്ക്. അനന്തൻ. അയാളുടെ പേരതാണെന്ന് ഗംഗ എപ്പോഴാണ് മനസ്സിലാക്കിയത്? അനന്തൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ ഫോറസ്റ്റുകാരെ നോക്കി പിറുപിറുത്തു. എങ്കിലും തൻ്റെ ബാഗ് തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷത്തിൽ ഗംഗ അതൊന്നും കാര്യാക്കിയില്ല. ലോറി മുന്നോട്ട് നീങ്ങുമ്പോൾ അവൾ വീണ്ടും ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടു. അനന്തൻ വണ്ടി ടൗണിലേക്ക് ഓടിച്ചു പോയെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ വഴിയിൽ വെച്ച് അവർക്ക് വണ്ടി തിരിക്കേണ്ടി വന്നു. ഒരു കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ട്, വഴി ബ്ലോക്കാണ്. അനന്തനോട് പിന്നെയും ആരൊക്കെയോ പറഞ്ഞു. ദേഷ്യത്തോടെ അവൻ പെല്ലിഞ്ഞിരിച്ചു. ഇതൊക്കെ എനിക്കുള്ള ഒരു പരീക്ഷണങ്ങളാണ്. കഷ്ടകാലം, അല്ലാണ്ട് എന്തോ പറയാനാ. സാരമില്ല സാർ, നമുക്ക് വേറെ വഴി നോക്കാലോ, ഗംഗ പതിയെ പറഞ്ഞു. അനന്തനവളെ ദേഷ്യത്തെ നോക്കി. നിനക്കെന്തറിയാം എൻ്റെ കഷ്ടപ്പാടുകൾ? ഈ ലോറി ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഈ വഴി അടഞ്ഞാൽ എനിക്ക് വേറെ വഴിയിൽ കൂടി പോകാൻ എത്ര രൂപയുടെ പെട്രോൾ വേണമെന്നറിയാവൂടി നിനക്ക്? ഗംഗ ഒന്നും മിണ്ടിയില്ല. അയാൾ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നി. താൻ കാരണം അയാൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നല്ലോ എന്നോർത്ത് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. വണ്ടി തിരിച്ച് മറ്റൊരു വഴിയിലൂടെ പോകാൻ തുടങ്ങി. ആ വഴിയും വിജനമായിരുന്നു. ഇരുവശങ്ങളിലും കാടുകൾ. അനന്തൻ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഗംഗയ്ക്ക് പതിയെ ഭയം തോന്നി തുടങ്ങി. താൻ എവിടേക്കാണ് പോകുന്നത്? ഈ മനുഷ്യൻ തന്നെ എവിടെ കൊണ്ടുപോയി ആക്കാനാണ്? അവളുടെ മനസ്സിലൂടെ 1000 ചിന്തകൾ കടന്നുപോയി. ഭർത്താവിൻ്റെ നിന്ന് രക്ഷപ്പെടാൻ ഓടി വന്നതാണ്. പക്ഷേ ഇപ്പം എവിടെയും സുരക്ഷിതമില്ലെന്ന് അവൾക്ക് തോന്നി. ഏകദേശം 1 മണിക്കൂറോളം അവർ ആ വിജനമായ വഴിയിലൂടെ സഞ്ചരിച്ചു. സൂര്യൻ ഉദിച്ചു തുടങ്ങിയിരുന്നു. ചുറ്റും വെളിച്ചം പരന്നു തുടങ്ങി. എങ്കിലും കൊടുങ്കാട്. ഗംഗയ്ക്ക് പേടി സഹിക്കാൻ വയ്യാതായി. നമ്മൾ എവിടേക്കാ പോകുന്നത്? അവൾ ചോദിച്ചു. മിണ്ടാതിരുന്നോളം കേട്ടോടി പുല്ലേ, അനന്തൻ ദേഷ്യപ്പെട്ടു. ഈ കാട്ടിലെവിടെയെങ്കിലും നിന്നെ ഇറക്കി വിടണോടി?
അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. വിഷ്ണു അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥയും അവൾക്ക് വരില്ലായിരുന്നു. അതേസമയം വിഷ്ണു ഗംഗയെ തിരിഞ്ഞ് നടക്കുകയാണ്. ടൗണിൽ അവൾ എത്തിയെന്നോർത്ത് അവൻ ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും എല്ലാം പോയി നോക്കി. മാഷിൻ്റെ വീട്ടിലും അവൻ തിരിച്ചെത്തി. വിഷ്ണുവിന് വല്ലാത്ത വിഷമം തോന്നി. താൻ കാരണം ഗംഗയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനത് സഹിക്കാൻ കഴിയില്ലായിരുന്നു. തന്നെ വിശ്വസിച്ച് കൂടെ വന്നതാണ്. മാഷും മരിച്ചുപോയി. ഇനി തനിക്കാരുമില്ലല്ലോ എന്നോർത്ത് അവൾ വിഷമിച്ചിട്ടുണ്ടാവും. അവൻ ബൈക്കെടുത്ത് വീണ്ടും ഇറങ്ങി. ടൗണിലെ എല്ലാ റോഡുകളിലൂടെയും അവൻ ഓടിച്ചു നോക്കി. എവിടെയും അവളെ കണ്ടെത്താനായില്ല. മൊബൈൽ ഫോൺ അവൻ്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിലും ഗംഗയുടെ നമ്പർ അവൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ലോറി ഒരു ചെറിയ ടൗണിലെത്തി. അവിടെ ധാരാളം കടകളും ആളുകളും ഉണ്ടായിരുന്നു. ഗംഗയ്ക്ക് അല്പം ആശ്വാസം തോന്നി. ഇവിടെ എനിക്ക് ഇറങ്ങാൻ പറ്റുമോ? അവൾ അനന്തനോട് ചോദിച്ചു. നിനക്കിറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോ, അനന്തൻ പുച്ഛത്തോടെ പറഞ്ഞു. എനിക്കെൻ്റെ പാട്ടിന് പോണം, ഓരോരോ വയ്യാവേലി. ഗംഗ വേഗം ബാഗെടുത്ത് ലോറിയിൽ നിന്നിറങ്ങി. ഒരുപാട് നന്ദി, അവനോട് പറഞ്ഞെങ്കിലും അനന്തൻ നോക്കിയില്ല. കാലുകൾ നിലത്ത് മുട്ടിയപ്പോൾ അവൾക്ക് സമാധാനം തോന്നി. അവൾ ചുറ്റും നോക്കി. എവിടെ പോകണമെന്നോ ആരെ സമീപിക്കണമെന്നോ അവൾക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല. കയ്യിൽ പണമോ പരിചയക്കാരോ ഇല്ലാത്ത ഒരു നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. അവൾ പതിയെ നടന്നു. വിശപ്പും ക്ഷീണവും അവളെ തളർത്തി. ഒരു ലോഡ്ജിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവൾക്ക് കയറി ചെല്ലാൻ തോന്നി. പക്ഷെ കയ്യിൽ പണമില്ലാതെ എന്തു ചെയ്യും? അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പെട്ടെന്നൊരു ഓട്ടോറിക്ഷ അവളുടെ മുന്നിൽ വന്ന് നിന്നു. അതിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങി. ആ സ്ത്രീ ഗംഗയെ അല്പം സംശയത്തോടെ നോക്കി. മോളെ, നീ എവിടെ പോന്നു? ആ സ്ത്രീ സ്നേഹത്തോടെ ചോദിച്ചു. ഗംഗയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. എന്താ മോളെ, എന്തു പറ്റി? കരയാതെ പറ. ആ സ്ത്രീ അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗംഗ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ഭർത്താവിൻ്റെ പീഡനങ്ങൾ, വിഷ്ണുവിനെ കണ്ടുമുട്ടിയത്, മാഷിൻ്റെ മരണം, ലോറി വന്നത് എല്ലാം അവൾ പറഞ്ഞു. സ്ത്രീ ക്ഷമയോടുകൂടി അതൊക്കെ കേട്ടുമിരുന്നു. സാരമില്ല മോളെ, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. ആ സ്ത്രീ പറഞ്ഞു. എൻ്റെ പേര് രാധ, ഞാൻ ഈ ലോഡ്ജ് നടത്തുകയാണ്. നീ എൻ്റെ കൂടെ വാ. രാധയുടെ വാക്കുകൾ എനിക്ക് വലിയ ആശ്വാസം നൽകി. ദൈവത്തെപ്പോലെ ഒരു മനുഷ്യനെ അവൾ ആഗ്രഹിച്ച നിമിഷത്തിൽ രാധ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. രാധ അവളെ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു മുറിയിൽ അവളെ താമസിപ്പിച്ചു. ആഹാരം കൊടുത്തു. മോളെ, നീ ഇന്നിവിടെ വിശ്രമിക്ക്. രാവിലെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം, രാധ പറഞ്ഞു. നിനക്കാരെങ്കിലും വിളിക്കാനുണ്ടോ? ഗംഗ തലയാട്ടി. വിഷ്ണു എന്ന പേരുള്ള ഒരാളുണ്ട്, പക്ഷെ അവൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. സാരമില്ല, നമുക്ക് നാളെ അവനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ നീ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ, രാധ അവളെ ആശ്വസിപ്പിച്ചു. ഗംഗ രാധയോട് നന്ദി പറഞ്ഞു. ആദ്യമായി അവൾക്ക് കുറച്ച് കാലത്തിന് ശേഷം സമാധാനപരമായി അവിടെ ഇരിക്കാൻ സാധിച്ചു. മോള് രാത്രിയിൽ ഉറങ്ങിയില്ലല്ലോ, ഇപ്പം കിടന്നുറങ്ങുക കേട്ടോ, സ്നേഹത്തോടെ ആ സ്ത്രീ പറയുകയാണ്. അനന്ത, നിന്റെ ലോറിയിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടി രാധയുടെ ലോഡ്ജിലേക്ക് കയറിപ്പോയല്ലോടാ. എന്നാ കാര്യം? സേവ്യർ ചോദിക്കുന്ന കേട്ടതും ചായ കുടിച്ചുകൊണ്ടിരുന്ന അനന്തൻ്റെ നെറ്റി ചുളിഞ്ഞു. രാധയുടെ ലോഡ്ജിലേക്കോ? അവൻ്റെ ഉള്ളൊന്ന് കാളി. രാധയെ അവനറിയാം. പേരും പെരുമയുമില്ലാത്ത എത്രയോ പെൺകുട്ടികളെയാണ് അവൾ വലയിൽ വീഴ്ത്തിയിട്ടുള്ളത്. കയ്യിലിരുന്ന ചായപാത്രം ദേഷ്യത്തിൽ മേശപ്പുറത്ത് വെച്ചിട്ട് അനന്തൻ എഴുന്നേറ്റു. ഡാ അനന്ത, എന്തു പറ്റി? ഒന്നുമില്ലടാ, ഒരത്യാവശ്യ കാര്യമുണ്ട്, ഇപ്പോൾ വരാം പറഞ്ഞ് അനന്തൻ ധൃതിയിൽ ലോഡ്ജിലേക്ക് നടന്നു. ലോഡ്ജിൻ്റെ മുന്നിലെത്തിയപ്പോൾ അനന്തൻ ഒന്ന് ശങ്കിച്ചു. ഉള്ളി നിറയെ കുറ്റബോധം ആളിക്കത്തുന്നുണ്ട്. ഒരു പാവം പെൺകുട്ടിയെ ഇറക്കി വിട്ടത് മോശമായി പോയി. താൻ കാരണം അവൾക്ക് വല്ല ആപത്തും പറ്റിയാൽ. അവൻ വേഗം ലോഡ്ജിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ആഹാ, അനന്തനോ? എന്താ മുനീ വഴിക്ക്? രാധയുടെ ചിരിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടതും അനന്തന് ദേഷ്യം ഇരച്ചു കയറി. എന്തെങ്കിലും വേണമായിരുന്നോ? ചായയോ കാപ്പിയോ? രാധ കുഴഞ്ഞ സ്വരത്തിൽ ചോദിച്ചു.
എനിക്കൊന്നും വേണ്ട രാധേച്ചി. എൻ്റെ ലോറിയിൽ നിന്നിറങ്ങിയൊരു കുട്ടിയുണ്ടായിരുന്നല്ലോ, അവളിപ്പോൾ എവിടെ? അനന്തൻ ചോദിച്ചതും രാധയുടെ മുഖം പെട്ടെന്ന് വാടി. ഏതു കുട്ടി? ആഹാ, നിന്റെ ലോറിയിൽ നിന്നിറങ്ങുന്നവരെല്ലാം എൻ്റെ ലോഡ്ജിലോട്ടാണോടാ കയറി വരുന്നത്? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ആ കുട്ടി നിങ്ങളുടെ ലോഡ്ജിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടതാ. ഓഹോ, കണ്ടോ നീ? അത് ശരി. എന്നിട്ടാണോ വരുന്നത്? രാധ ഉറക്കെ ചിരിച്ചു. അവളെ വല്ല കുരുക്കിലും ചാടിച്ചാൽ. അനന്തന്റെ ശബ്ദം കടുത്തു. ഓ, നിനക്കിപ്പോൾ അവളോട് വലിയ സ്നേഹമായിപ്പോയോ? നിന്റെ കൂടെ ലോറി കയറ്റി നടന്നിട്ട് എനിക്കെന്താ? രാധ കലിതുള്ളി. നോക്ക് രാധേച്ചി, ഞാൻ കാര്യമായിട്ട് പറയുന്നതാ. അവളെ വിട്ടേക്ക്. അവളെ ഉപദ്രവിച്ചാൽ എൻ്റെ സ്വഭാവം മാറും, അറിയാലോ. അനന്തൻ താക്കീതെന്നോണം പറഞ്ഞു. ഓഹോ, ഭീഷണിയാണോ? നിന്നെയൊന്നും എനിക്ക് പേടിയില്ല മോനെ, നീ പോകാൻ നോക്ക്. രാധ കയർത്തോ. രാധയുടെ സംസാരം കേട്ട് അനന്തന്റെ ഉള്ളിൽ കോപത്തിന്റെ കനലുകൾ ആളിക്കത്തി. അവളെ ഇറക്കിവിട്. മനസ്സിലാകുന്ന ഭാഷയിൽ മര്യാദയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്നോട് ഉണ്ടാക്കാൻ നിന്നാൽ. അനന്തന്റെ ശബ്ദം ആ ലോഡ്ജിന്റെ ഭിത്തികളിൽ തട്ടിമുഴങ്ങി. അവനെ തടയാൻ നോക്കിയ രാധയെ അവൻ തള്ളി മാറ്റി. രാധ ഒരു നിമിഷം പകച്ചുപോയി. അനന്തൻ ഇത്രയും രൂക്ഷമായി രാധയോട് സംസാരിക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. ഈ അനന്തൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ തൻ്റെ കച്ചവടം അവതാളത്തിലാകൂല്ലോ എന്ന് അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. അവളെ സംബന്ധിച്ചിടത്തോളം ഈ ലോഡ്ജ് അവളുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു. എന്നാൽ ഗംഗയെ വിട്ടുകൊടുക്കാനും അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ. നീ എന്തിനാ ഇത്ര ബഹളം വെക്കുന്നതിനെന്താ? അവൾ ഇവിടെയെങ്ങുമില്ല. അവൾ പോയി കാണും. രാധ അവസാന അടവെന്നോണം പറഞ്ഞു നോക്കി. അവളുടെ ശബ്ദത്തിൽ പതിഞ്ഞൊരു വിറയൽ അനന്തൻ ശ്രദ്ധിച്ചു. അവൾ നുണ പറയുന്നത് അവൻ്റെ മനസ്സിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. കള്ളം പറയരുത് രാധേച്ചി. അവൾ എവിടെയും പോയിട്ടില്ല. ആ കുട്ടി ഈ ലോഡ്ജിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അനന്തൻ ദേഷ്യത്തിൽ മുന്നോട്ട് ചൂടുവെച്ച് ലോഡ്ജിൻ്റെ അകത്തേക്ക് നോക്കി. ഗംഗ. അവൻ തൻ്റെ എല്ലാ ശക്തിയും എടുത്ത് ഉറക്കെ വിളിച്ചു. അവൻ്റെ വിളി ലോഡ്ജിൻ്റെ ഓരോ മുറിയിലും പ്രതിധ്വനിച്ചു. വാതി തുറക്കുന്ന ശബ്ദവും ഭയന്ന് വിറച്ച മുഖത്തോടെ കണ്ണുകൾ കലങ്ങി ഗംഗ പതിയെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. രാധയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. അവളുടെ എല്ലാ അടവുകളും പാളിപ്പോയെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചു. അനന്തൻ ഗംഗയുടെ കൈയും പിടിച്ച് ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ വഴിയിലെ ചീവീടുകളുടെ കരച്ചിൽ മാത്രം ആ നിശബ്ദതയ്ക്ക് അകമ്പടിയായി. എങ്ങോട്ടാ നിനക്ക് പോകേണ്ടത്? സ്ഥലം പറയുവാണെങ്കിൽ ഞാൻ നിന്നെ അവിടെ എത്തിക്കാം. അനന്തന്റെ ശബ്ദത്തിൽ ചെറിയൊരു മാർദ്ദവം കലർന്നിരുന്നു. ഒരു ദിവസത്തെ അലച്ചിലിൻ്റെ ക്ഷീണം അവൻ്റെ മുഖത്ത് നിഴലിച്ചിരുന്നു. ഒരു ഉത്തരം പറയാനാവാതെ അവൾ വിഷമിച്ച് തലതാഴ്ത്തി നിന്നു. മിണ്ടാതെ നിൽക്കാതെ മര്യാദയ്ക്ക് പറവണ്ണേ, നിനക്കെങ്ങോട്ടാ കെട്ടിയെടുക്കേണ്ടത്? എന്നെതെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാർ തൂർന്ന് പറയാൻ നോക്ക്, അല്ലാണ്ട് പഴം വിഴുങ്ങി നിന്നേക്കുന്നു. അവൻ ദേഷ്യത്തിൽ ഒച്ച വെച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുഖത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ അവളെ ശ്വാസം മുട്ടിച്ചു. ചേട്ടാ, എനിക്ക് പോകാനൊരിടമില്ല. ഞാൻ തേടി വന്നയാൾ ഈ ലോകത്തൊന്ന് വിട പറഞ്ഞു പോയി. മരിക്കുകയല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ല. ഒന്നെങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോണം, അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഭാഷ ഈ കാര്യം പറ. നീ ഇങ്ങനെ വളഞ്ഞു മൂക്കിപ്പിടിച്ച് ഓരോന്ന് കാണിച്ചു കൂട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി. ഒടുവിൽ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവനോടും പറഞ്ഞു. ഓരോ വാക്കും ഒരു തേങ്ങലായി അവൻ്റെ കാതുകളിൽ പതിച്ചു. എൻ്റെ പേര് ഗംഗ സുകുമാരൻ. 26 വയസ്സായി. MSc മാത്സ് 90% മാർക്കോടുകൂടി പാസ്സായി. പക്ഷെ ജോലി കിട്ടിയില്ല. അച്ഛൻ സുകുമാരൻ തമ്പി, അമ്മ സൗദാമിനി. എനിക്കൊരു അനുജത്തിയുണ്ട്, മാളു. പൂജയെന്നാണ് അവളെ വിളിക്കാറ്. അവളുടെ ശബ്ദം ഇടറി. KCBയിൽ എഞ്ചിനീയറായ വിശാൽ മേനോനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. 30 വയസ്സുണ്ടവന്. 101 പവൻ സ്വർണവും 10 ലക്ഷം രൂപ ബാങ്ക് ബാലൻസും സ്ത്രീധനമായി കൊടുത്തിട്ടാണ്
എൻ്റെ വീട്ടുകാർ എൻ്റെ കല്യാണം നടത്തിയത്. അവളൊന്നു നിർത്തി ശേഷം മെല്ലെ നെടുവീർപ്പെട്ടു. പക്ഷെ അവനൊരു വൃത്തികെട്ടവനായിരുന്നു. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ അവൻ എന്നെ മാനസികമായും ശാരീരികമായും ഒരുപാട് ഉപദ്രവിച്ചു. സഹിക്കാൻ വയ്യാതെ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. പക്ഷെ എൻ്റെ വീട്ടുകാർ അവരെന്നെ സമാധാനിപ്പിക്കുകയോ കൂടെ നിർത്തുകയോ ചെയ്തില്ല. വിശാലിൻ്റെ കൂടെ തിരിച്ചു പോകാൻ പറഞ്ഞു. 4 ആൾ എന്തു പറയും, മാനം പോകും എന്നു മാത്രമായിരുന്നു അവരുടെ ചിന്ത. എൻ്റെ വേദന ആരും കണ്ടില്ല. ആകെ കൂടി എന്നോടൊപ്പം നിന്നത് എൻ്റെ അച്ചമ്മ മാത്രമായിരുന്നു. അവളുടെ ശബ്ദം നേർത്തു, വാക്കുകൾക്ക് കനം കൂടി. വിശാൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വളരെ സ്നേഹത്തോടെ എന്നോട് പെരുമാറി. എന്നിട്ട് എന്നോട് സോറിയൊക്കെ പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിശാലിൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവൻ എൻ്റെ മുൻപിൽ വെച്ച് മറ്റൊരു പെൺകുട്ടിയെ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് പോകാം. കുറച്ച് ദിവസങ്ങൾ എൻ്റെ വീട്ടിൽ നിൽക്കാം. അതിനുശേഷം സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ എത്തിക്കാം. അവൻ്റെ വാക്കുകൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം ഗംഗയുടെ ഹൃദയത്തിൽ ഒരു നേരിയ പ്രതീക്ഷയുടെ തിളക്കം കണ്ടു. അവൾ അവനെ അനുഗമിച്ചു. അനന്തൻ്റെ വീട് ഒരു തനി ഗ്രാമപ്രദേശമായ ഹൈറേഞ്ച് ഏരിയയിലാണ്. പച്ച പട്ടുവിരിച്ച മലനിരകളും ഇടതൂർന്ന മരങ്ങളും ആ നാടിന് സൗന്ദര്യമേകി. തമിഴ്നാടുമായി അടുത്ത സ്ഥലമായതുകൊണ്ട് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സംസ്കാരങ്ങൾ ഇടകലർന്നാണ് അവിടുത്തെ ആളുകൾ കഴിയുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് കോലം വരയ്ക്കുന്ന വീടുകളാണ് അവിടെ ഉള്ളതെല്ലാം. മണ്ണും പ്രകൃതിയും ദൈവങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. സ്വന്തമായി ഒരു പച്ചക്കറിക്കട നടത്തുവാണ് അനന്തൻ. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി എടുത്തുകൊണ്ടുവന്ന് നാട്ടിലെല്ലാവർക്കും വിതരണം ചെയ്യുന്നത് അവനാണ്. പച്ചക്കറിയും പലചരക്കും എല്ലാം ഉൾപ്പെടുന്ന ഒരു കടയാണ് അവൻ്റേത്. രാവിലെ മുതൽ രാത്രി വരെ അവൻ കഠിനാധ്വാനം ചെയ്യും. അവൻ്റെ അധ്വാനം മാത്രമാണ് ആ കുടുംബത്തിൻ്റെ ആശ്രയം. അനന്തൻ്റെ വീട്ടിൽ അവനും അവൻ്റെ അമ്മയും ഒരു അനുജത്തിയുമുണ്ട്. അനുജത്തി കോളേജിൽ പഠിക്കുന്നു. അവൾക്ക് പഠിച്ച് നല്ലൊരു ജോലി നേടണമെന്നാണ് അനന്തൻ്റെ ആഗ്രഹം. അച്ഛൻ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയതാണ്. അനന്തനാണ് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. അവൻ്റെ അമ്മ ഒരു സാധാരണ വീട്ടമ്മയാണ്. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഒരു സ്ത്രീ. അയൽപക്കത്തുള്ളവർക്ക് ഏത് ആപത്ത് വന്നാലും ഓടിയെത്തുന്ന ഒരു നല്ല മനസ്സിന് ഉടമയാണവർ. നേരം സന്ധ്യയായി. ആകാശത്ത് ചുവപ്പ് രാശി പരന്നു തുടങ്ങി. ലോറിയിൽ നിന്നിറങ്ങിയ ഗംഗയും കൂട്ടി അനന്തൻ വീടിൻ്റെ പടിവാതിൽക്ക് കടന്നു. വീടിൻ്റെ ഉമ്മറത്ത് വിളക്ക് കൊളുത്തിവെച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയ അനന്തൻ്റെ അമ്മ മകനെയും അവനോടൊപ്പം നിൽക്കുന്ന അപരിചിതയായ പെൺകുട്ടിയെയും കണ്ട് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. പ്രകാശത്തിൻ്റെ നേർത്ത വെളിച്ചത്തിൽ അവരുടെ മുഖത്ത് തെളിഞ്ഞത് ചോദ്യചിഹ്നമായിരുന്നു. ഈ പെൺകുട്ടി ആരാണ്? സ്നേഹവും അതിലേറെ ആശങ്കയും ആ കണ്ണുകളിൽ മിന്നി മറഞ്ഞു. ആരാ മോനെ ഇത്? അനന്തൻ്റെ അമ്മയുടെ ശബ്ദത്തിൽ നേരിയ വിറയൽ. അനന്തൻ പതിയെ അമ്മയെ നോക്കി ചിരിച്ചു. ഇത് ഗംഗ. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഗംഗയുടെ മുഖത്ത് ഭയവും പ്രതീക്ഷയും ഒരുപോലെ നിഴലിച്ചു. അനന്തൻ്റെ അമ്മയുടെ കണ്ണുകളിലെ ചോദ്യം അവൾക്ക് വായിക്കാൻ കഴിഞ്ഞു. തല കുനിച്ച് എന്ത് സംഭവിക്കുന്ന ഭയത്തിൽ അവൾ നിന്നു. ഗംഗയോ? ആരാ മോനെ കുട്ടി? എന്തിനാ മോനെ ഇവളെയും കൂട്ടി വന്നത്? അമ്മയുടെ ചോദ്യങ്ങൾ തുടർന്നു. അനുജത്തി മാളവും അമ്പരപ്പോടെ അവരെ നോക്കി നിൽക്കുകയാണ്. അനന്തൻ ഒരു നിമിഷം നിശബ്ദനായി. പിന്നീട് ഗംഗയുടെ നേർക്ക് തിരിഞ്ഞു വന്നു. ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം അവൻ അമ്മയെ നോക്കി. അവൻ്റെ ശബ്ദത്തിൽ ഒരു ദൃഢതയുണ്ടായിരുന്നു. അമ്മേ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണിവൾ. എന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നതാ. ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് അവരുടെ കാതിൽ പതിഞ്ഞത്. അനന്തൻ്റെ അമ്മയും അനുജത്തി മാളവും ഒരുപോലെ ഞെട്ടിപ്പോയി. വർഷങ്ങളായി കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് നടന്നിരുന്നവൻ ഒരു പെൺകുട്ടിയും കൂട്ടി മുറ്റത്ത് വന്ന് നിൽക്കുന്നു. അവൾ താൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്ന് പറയുന്നത് കേട്ടതും അവർക്ക് വിശ്വസിക്കാനായില്ല. അവരുടെ മുഖത്തെ ഞെട്ടലും അവിശ്വസനീയതയും മാറി മാറി വന്നു. ഈ സമയം ഗംഗയും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്.
അനന്തന്റെ നാവിൽ നിന്നും അങ്ങനെയൊരു വാക്ക് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മുഖം തിരിച്ച് അനന്തനെ നോക്കി. അവൻ മെല്ലെ അവളെ നോക്കി കണ്ണു ചിമ്മി. ഒരു ചെറു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു. അത് ഗംഗയ്ക്ക് നൽകിയത് ഒരുതരം ആശ്വാസമായിരുന്നു. ഒരു പുതിയ ലോകത്തേക്കുള്ള വാഗ്ദാനം പോലെ. അനന്ത, നീ എന്താ മോനെ പറയുന്നത്? നിനക്ക് ഭ്രാന്തായോ? ആരായി കുട്ടി? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അമ്മയുടെ ശബ്ദം നേർത്തു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. മാലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ചേട്ടാ, എന്തൊക്കെ ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അനന്തം പതിയെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, ഞാനിപ്പോൾ എല്ലാം പറയാം. ഇപ്പം ഇവളെ ഒന്ന് അകത്തേക്ക് കയറ്റിയിരുത്ത്. ഇവൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുവാണ്. എന്നാൽ ആ അമ്മയുടെ മുഖത്ത് സമ്മിശ്ര വികാരങ്ങൾ നിറഞ്ഞു. മകന്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തെ വല്ലാതെ ഒലിച്ചു. മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇവൾ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലല്ലോ. ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ ഇങ്ങനെ വീട്ടിലേക്കൊക്കെ കയറ്റിയിരുത്താൻ അതൊന്നും പറ്റില്ല മോനെ. ഇവിടെ ഒരു പെങ്കൊച്ചുള്ളതാ. അമ്മയുടെ ശബ്ദം നേർത്തു. കണ്ണുകളിൽ ആശങ്ക നിറഞ്ഞു. നമ്മുടെ നാട്ടുകാരും അയൽക്കാരും ഇത് കണ്ടാൽ എന്തു പറയും? നാലാൾ അറിയുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാകും. മോനൊന്ന് ആലോചിക്ക്. അനന്തൻ്റെ അനുജത്തി മാളവും അമ്മയുടെ വാദത്തെ പിന്തുണച്ചു. അതെ ചേട്ടാ, അമ്മ പറഞ്ഞത് ശരിയാ. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ചുറ്റും നോക്കി. നേരത്തെ സന്ധ്യ വെളിച്ചത്തിലും അടുത്ത വീടുകളിൽ ചിലർ നിഴലുകൾ ചലിക്കുന്നതും ജനലുകൾക്കപ്പുറം പല കണ്ണുകൾ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അനന്തനൊരു പെൺകുട്ടിയും കൂട്ടി വീട്ടിലേക്ക് വന്നിരുന്നുവെന്ന് നാട്ടുകാരറിഞ്ഞാൽ അവർക്ക് ഉറപ്പായി ഞെട്ടും. അനന്തൻ ചുറ്റും നോക്കി. മാളു പറഞ്ഞത് ശരിയാണ്. അയൽവീടുകളിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാം. ചിലരെല്ലാം അവരുടെ പറമ്പിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. നാട്ടിലൊരു ചെറിയ മർമ്മരം ഉയർന്നിട്ടുണ്ടാകണം. എങ്കിലും ഗംഗയെ ആ രാത്രി വഴിയാധാരമാക്കുവാൻ അവന് കഴിഞ്ഞില്ല. അവളുടെ ദുരിതങ്ങൾ അവൻ നേരിട്ട് കേട്ടറിഞ്ഞതാണ്. പാവം പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചു. തിരിച്ചവൾക്ക് പോക്കടമില്ല. എന്തൊക്കെയായാലും ശരി, ഗംഗയെ ഇനി പീഡനങ്ങൾക്ക് ഇരയാക്കാൻ വിട്ടുകൊടുക്കില്ല. അനന്തൻ്റെ മുഖത്ത് അല്പം ദേഷ്യം നിറഞ്ഞു. അമ്മേ, ഇപ്പം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല. നമുക്ക് പിന്നീട് വിശദമായിട്ടെല്ലാം പറയാം. ഇപ്പോൾ ഇവൾക്കൊരിടം വേണം, അത്രമാത്രം. എൻ്റെ കൂടെ വന്നതല്ലേ ഇവൾ. ഇവളെ ഇങ്ങനെ പഠിക്ക് നിർത്താൻ എനിക്ക് പറ്റില്ല. അവൻ്റെ വാക്കിൽ ദൃഢതയുണ്ടായിരുന്നു. ഗംഗ തല കുനിച്ചു നിന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. താനൊരു ഭാരമായല്ലോ എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. അനന്തൻ്റെ വീട്ടുകാർ താൻ കാരണം ബുദ്ധിമുട്ടുവാണല്ലോ എന്ന് അവളിൽ കുറ്റബോധം നിറഞ്ഞു. അനന്തൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ മകനോടുള്ള സ്നേഹവും നാട്ടുകാരെക്കുറിച്ചുള്ള പേടിയും തമ്മിൽ ഒരു വലിയ സംഘർഷം നടന്നു. ഒടുവിൽ മകൻ്റെ നിർബന്ധത്തിന് മുന്നിൽ ആ അമ്മയുടെ സ്നേഹം വിജയിച്ചു. ശരി മോനെ, നീ വാ, അകത്തേക്ക് കയറുമോളെ. അമ്മയുടെ ശബ്ദത്തിൽ ചെറിയൊരു വിറയലുണ്ട്. എങ്കിലും ഒരു ദയയുടെ സ്പർശം അതിൽ നിറഞ്ഞു. ഗംഗ പതിയെ തല ഉയർത്തി അനന്തൻ്റെ അമ്മയെ നോക്കി. ആ മുഖത്തൊരു നന്ദിയുടെ തിളക്കമുണ്ടായിരുന്നു. അനന്തൻ അവൾക്കൊരു ധൈര്യം നൽകി. അവൾ പതിയെ വീടിൻ്റെ പടികൾ കയറി അകത്തേക്ക് പ്രവേശിച്ചു. പിന്നാലെ അനന്തനും. അവൻ്റെ ഉള്ളിൽ ഒരു വലിയ പോരാട്ടം ജയിച്ച സംതൃപ്തി ഉണ്ടായിരുന്നു. മാളു മാത്രം അപ്പോഴും അമ്പരപ്പോടെ വാതിക്കൽ നിന്നു. ഈശ്വര, എന്താ ഇതൊക്കെ? ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത തൻ്റെ ചേട്ടൻ. ചേച്ചി മിടുക്കിയാ, കാണാൻ സുന്ദരിയാ. പക്ഷെ ഇതെങ്ങനെ? എപ്പോ? എവിടെ വെച്ച്? മാളു ചൂണ്ടുവിരൽ താടിയിൽ മുട്ടിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ കയറി ചെന്നു. മാളു, ഇങ്ങ് വന്നേടി. അമ്മ വിളിക്കുന്ന കേട്ടതും മാളു അടുക്കളയിലേക്ക് പോയി. തുടരും.